അവരത്രയും സമയമെടുത്ത് കഷ്ടപ്പെട്ട് ചെയ്തു. അതുകൊണ്ട് പിന്നെ കഥയുടെ ഒരു വിശാലതയുണ്ടല്ലോ. ഒരു ദേശത്ത് മാത്രം ഒതുങ്ങാതെ ഇങ്ങനെ കിടക്കുമല്ലേ മനുഷ്യൻ്റെ പരസ്പര ബന്ധങ്ങൾ. എല്ലാവരുടെയും ആദ്യം ഒന്ന് തന്നെയാണ് വരുമ്പോഴത്തേക്കുണ്ടാകുന്ന അതിരുമായാലും അതിൻ്റെ ഭാഗമാവാൻ കഴിഞ്ഞതിന് ഞാൻ ഭയങ്കരമായിട്ട് ഇപ്പോൾ അഭിമാനിക്കുന്നു എന്ന് വേണം പറയാം. ഭയങ്കരമായി കയ്യടിയായിരുന്നു ഓരോ ഡയലോഗ്സിലൊക്കെ. എന്താ പറയാ, ഞെട്ടിച്ചോണ്ടിരിക്കുകയാണ്. എന്താ പ്രശ്നമെന്ന് പറയാനുള്ളത്? എല്ലാവരും സിനിമ കാണണം തിയേറ്ററിൽ. അത്രയും ചെലവ് ചെയ്ത് കഷ്ടപ്പെട്ട് എൻ്റെ പ്രൊഡ്യൂസറും ഡയറക്ടറും അതിനുവേണ്ടി അത്രയും സമയം എടുത്തിട്ടാണ്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ കാണണം. അത് കണ്ടില്ലേ, ഇതിങ്ങനെ ഇത്തിരി പോകുന്ന അളവിൽ കണ്ടോ പോരാ, അതിങ്ങനെ കാണണം തിയേറ്ററിൽ തന്നെ. അതിൻ്റെ അതാ എല്ലാവരോടും പറയണം. താങ്ക് യു. വളരെ സന്തോഷമുണ്ട്. വലിയൊരു ക്യാൻവാസിൽ ചെയ്ത പടം. എന്തായാലും നിങ്ങളെ സപ്പോർട്ട് വേണം. ഐ എം ഷുവർ എവരിബഡി ലൈക്ക് ദ ഫിലിം. എല്ലാവർക്കും ഈ പടം ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക്സ് ടു ഇന്ത്യൻ ചേട്ടൻ, കൃഷ്ണകുമാർ സാർ, മുരളി ഗോപി സാർ. ഇത്രയും വലിയൊരു പടം ഇത്രയും വലിയൊരു ക്യാൻവാസിലെടുത്ത പ്രൊഡ്യൂസർ വിനോദ് കുമാറിന് വളരെ നന്ദിയുണ്ട്. സോ പ്ലീസ് വാച്ച് എ ഫിലിം തിയേറ്റർ. ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് വേണ്ടിയിട്ട് എടുത്ത പടമാണ്. നിങ്ങൾ തിയേറ്ററിൽ കണ്ടിട്ട് മലയാളത്തിൽ കുറേ കാലം ഒരു ഫുൾ ഫ്ലെജ്ഡ് ഹീറോ ആയിട്ട് ഒരു പടം ചെയ്യണമെന്ന് വെയിറ്റ് ചെയ്ത പടമാണ്. വെരി ഹാപ്പി. താങ്ക് യു. ഭയങ്കര സന്തോഷമുണ്ടായിരുന്നു. ഒരു എന്താ പറയുക, ഡയലോഗുള്ള കരയിപ്പിക്കുന്ന ഡയലോഗ് ഉണ്ടായിരുന്നു. എന്താ പറയാനുള്ളത്? അല്ലെങ്കിൽ ഭയങ്കര സന്തോഷം. കാര്യം ഇത് നമ്മൾ എന്താ പറയുക, ഭയങ്കരമായിട്ട് കാത്തിരുന്നതാണ് ഈ പടം വിജയിക്കണം, അല്ലെങ്കിൽ ക്യാരക്ടർ ഹിറ്റാവണം എന്നൊക്കെ ഒരുപാട് ആഗ്രഹിച്ചു. സംഭവിച്ചു. നല്ല സന്തോഷം. നല്ലൊരു സിനിമ കാണണം, സപ്പോർട്ട് ചെയ്യണം. ഒന്നും വേറെ ഒന്നും പറയാനില്ല. ഭയങ്കര സന്തോഷം. കുറെ ആഗ്രഹിച്ചിട്ടുണ്ട് നമ്മൾ. അതുകൊണ്ട് അതെ. കാർ ഓക്കെ. താങ്ക് യു. കൃഷ്ണൻകുട്ടി നമുക്ക് 6 മണിക്കുള്ളൂ. 6 മണിക്കുള്ളൂ അല്ലേ? അപ്പോൾ നമ്മൾ എങ്ങോട്ട് പോകും? ചേട്ടൻ ഹോളിഡേയിലേക്ക് ഞങ്ങൾ അങ്ങ് പോയി ഇരിക്കണം. അപ്പോഴും നിങ്ങൾ അതുപോലെ ചെയ്തോ. നിങ്ങളിഷ്ടം. എനിക്ക് ഇപ്പോഴും റെഡിയാണ്. നിങ്ങളിഷ്ടം.